نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിക്കുവാൻ കഠിനമായി പരിശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണമേ എന്ന് ആമുഖമായി ഓരോ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ഒരു ദിവസത്തിലാണ് നമ്മൾ ഓരോരുത്തരും സന്നിധരായിട്ടുള്ളത്. അതിൽ തന്നെ വെള്ളിയാഴ്ചയിലെ ഖുതുബ എന്നത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം അലസരാകാതെ ഇരിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അനുകരണ സ്വഭാവം ഏറ്റവും കൂടുതലായി ഉള്ളവരാണ് മനുഷ്യന്മാർ. ഓരോ വർഷം കഴിയും തോറും യുവാക്കളുടെ വസ്ത്രധാരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മാറി വരുന്ന ട്രെൻഡുകൾ എന്നത് അത് അനുകരണത്തെയാണ് അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അറിയാതെയോ അറിഞ്ഞോ പല ആളുകളും പല ആളുകളെയും പിൻപറ്റുന്നുണ്ട്, അനുകരിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. അവർ പെരുമാറുന്നത് പോലെ പെരുമാറുന്നു, അവർ വസ്ത്രം ധരിക്കുന്നത് പോലെ വസ്ത്രം ധരിക്കുന്നു. അവർ വരച്ച വരയിൽ നമ്മൾ ആ വരയുടെ എങ്ങനെയാണോ അവർ വരച്ചിട്ടുള്ളത് അതിന്റെ മുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. അവർ ഇരിക്കുന്നത് പോലെ, അവർ പെരുമാറുന്നത് പോലെ, അവർ ഇടപെടുന്നത് പോലെ ഇടപെടുന്ന രീതിയിലേക്കാണ് ഓരോ യുവാക്കളും ഓരോ ദിവസവും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുകരണ സ്വഭാവമുള്ളവനാണ്. ആ അനുകരണ സ്വഭാവത്തോട് കൂടിയിട്ടാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ആരെയാണ് അനുകരിക്കുന്നത്? ഇന്നത്തെ സമൂഹത്തിലെ യുവാക്കളും മറ്റുള്ള ആളുകളും ആരെ അനുകരിക്കുന്നു എന്നത് വളരെ പ്രസക്തമായ വിഷയമാണ്. സമൂഹത്തിന് യാതൊരു ഉപകാരവും ചെയ്യാത്ത, സമൂഹത്തിന് യാതൊരു പുതിയ വാർത്തകളും പുതിയ സന്ദേശങ്ങളും നൽകാൻ സാധിക്കാത്ത, ഒന്നിനും കൊള്ളാത്ത, സ്ക്രീനിന്റെ വെളിച്ചത്തിൽ വന്ന് അസഭ്യം പറയുകയും കോലം കെട്ടുകയും ചെയ്യുന്ന ചില ആളുകളെയാണ് പല ആളുകളും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതിന് ഏറ്റവും വലിയ സാക്ഷി എന്നത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് തന്നെ അതിനുള്ള ഏറ്റവും വലിയ സാക്ഷിയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ച് തന്നെ വിലയിരുത്താൻ സാധിക്കും. ഇവിടെയാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ആരെ പിൻപറ്റണമെന്നും നമ്മൾ ആരെ പിൻപറ്റാൻ പാടില്ല എന്നും നമ്മൾ ആരെയാണ് അനുകരിക്കേണ്ടത് എന്നും
ആരെ നമ്മൾ അനുകരിക്കാൻ പാടില്ല എന്നതും വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. ആരാണ് നമ്മുടെ റോൾ മോഡൽ, ആരെയാണ് നമ്മൾ റോൾ മോഡൽ ആക്കാൻ പാടില്ലാത്തത് എന്നെല്ലാം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് മാതൃക, നമ്മൾ മാതൃകയായി സ്വീകരിക്കേണ്ടത് സത്യത്തിന്റെ പാത നമുക്ക് കാണിച്ചു തന്ന, നന്മയുടെ വെളിച്ചത്തിന്റെ പാത നമുക്ക് തുറന്നു കാണിച്ചു തന്ന ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. ജീവിതത്തിന്റെ ഏതൊക്കെ മേഖലയുണ്ടോ, ചിലപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ ഒരു വിഷയത്തിൽ ആരെ പിൻപറ്റും എന്ന ഒരു സംശയം വരുമ്പോൾ അർത്ഥശങ്കക്കിടയില്ലാതെ, സംശയത്തിനിടയില്ലാതെ നമ്മൾ പിൻപറ്റേണ്ടത് ആ റസൂലിന്റെ ജീവിതത്തിലേക്ക് ഒന്ന് മടങ്ങിച്ചെല്ലാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അവിടെ കൃത്യമായ മാതൃക നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്ത്, ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, വളരെ വ്യക്തമായ മാതൃക, ഏറ്റവും നല്ല മാതൃക നിങ്ങൾക്ക് നിങ്ങളുടെ റസൂലിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ശ്രീബുദ്ധന്റെയും ഒരു അവിശ്വാസിയുടെയും മാതൃക നമ്മൾ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ ഏറ്റവും വലിയ റോൾ മോഡൽ. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം, വിശുദ്ധ ഖുർആൻ പറയുകയാണ്, റസൂലേ താങ്കൾ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമയായ ആ റസൂലിനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ഓ പ്രവാചകരെ താങ്കളെ അയച്ചിട്ടുള്ളത് ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ്. അതുകൊണ്ട് ആ കാരുണ്യത്തെ സ്വീകരിക്കണമെങ്കിൽ ആ റസൂലിനെ നമ്മൾ പിൻപറ്റേണ്ടതുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂല മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ്, നിരക്ഷകരായ ഒരു സമൂഹത്തിലേക്ക് റസൂലിനെ അയച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ സമൂഹത്തെ പഠിപ്പിക്കുകയും ആ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുകയും ആ സമൂഹം ഘോരാന്തര കാലഘട്ടമെന്ന്, ഡാർക്ക് ഏജ് എന്ന് ചരിത്രം വരച്ചു കാട്ടിയ, ചരിത്രം വിശേഷിപ്പിച്ച ആ സമൂഹത്തെ മുച്ചൂടും ഏറ്റവും നല്ല രീതിയിൽ അതിനെ പരിവർത്തിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അതുകൊണ്ട് ഇന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തോടു കൂടി, പ്രതാപത്തോടു കൂടി നമുക്ക് വിളിച്ചു പറയാൻ സാധിക്കണം, എന്റെ മാതൃക, എന്റെ വസ്ത്രവിധാനത്തിലുള്ള മാതൃക അത് എന്റെ റസൂലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ട പ്രവാചകനാണ് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എല്ലാ വിജയവും, എല്ലാ മുന്നേറ്റവും, എല്ലാ ഉയർച്ചയും അത് റസൂലിനെ പിൻപറ്റുന്നതിലൂടെയാണ്. എന്നാൽ എല്ലാ തകർച്ചയും, എല്ലാ അപജയവും, എല്ലാ തകർച്ചയുടെ തുടക്കവും അത് റസൂലിനെ ധിക്കരിക്കുന്നതിലൂടെയാണ്, അത് റസൂലിനെ നിരാകരിക്കുന്നതിലൂടെയാണ്. അതുകൊണ്ട് റസൂലാണ് നമ്മുടെ റോൾ മോഡൽ, റസൂലാണ് നമ്മുടെ മാതൃക എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കേണ്ടതുണ്ട്. അതോടൊപ്പം റസൂലിനോടൊപ്പം തന്നെ നമ്മുടെ മാതൃക ആ റസൂലിന്റെ അനുചരന്മാരാണ്. ചെറുപ്പത്തിലൊക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടാകാം, എന്തുകൊണ്ടാണ് ഞാനൊരു സ്വഹാബിയായില്ല എന്ന് ചിലരെങ്കിലും ആലോചിച്ചിട്ടുണ്ടാകും. അവിടെയാണ് റസൂലിന്റെ സ്വഹാബത്തിനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഹൃദയത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയുണ്ടായി. ആ സമയത്ത് ഏറ്റവും നന്മ നിറഞ്ഞ ഹൃദയം എന്നത്, ഏറ്റവും നന്മകൾ സന്നിവേശിപ്പിക്കപ്പെട്ട ഹൃദയം എന്നത് അത് സ്വഹാബാക്കളുടെ ഹൃദയമായിരുന്നു. അതുകൊണ്ട് ആ സ്വഹാബാക്കൾ അല്ലാഹു തിരഞ്ഞെടുത്ത ആളുകളാണ്. റസൂലിന്റെ അനുചരന്മാരാകാൻ, റസൂലിന്റെ കൂടെ ജീവിക്കാൻ, റസൂലിന്റെ സഹയാത്രികരാകാൻ അല്ലാഹു തിരഞ്ഞെടുത്തവരാണ് സഹാബാക്കൾ എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആരെങ്കിലും പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, ആരെങ്കിലും അനുകരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ, മൻ കാന മുസ്തന്നൻ ഫൽയസ്തന്ന ബിമൻ ഖദ് മാത്, മരിച്ചുപോയ ആളുകളെ പിൻപറ്റിക്കൊള്ളട്ടെ എന്നാണ്. ആരാണ് മരിച്ചുപോയ ആളുകൾ? ഫഇന്നൽ ഹയ്യ ലാ തുഖ്മനു അലൈഹിൽ ഫിത്ന, ജീവിച്ചിരിക്കുന്ന ഒരാളെയും നിങ്ങൾ മാതൃകയായി സ്വീകരിക്കേണ്ടതില്ല. കാരണം അവർക്ക് ഫിത്ന വന്നു ഭവിച്ചേക്കാം. പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി ആ പരീക്ഷണങ്ങളിൽ പതർച്ച അവർക്കുണ്ടായേക്കാം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആളുകളെയല്ല നിങ്ങൾ പിൻപറ്റേണ്ടത്, മറിച്ച് മൺമറഞ്ഞു പോയ ആ സ്വഹാബാക്കളുടെ പാതയാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഉലൈക അസ്ഹാബു മുഹമ്മദിൻ, അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഹാബുകളാണ്, അനുചരന്മാരാണ്. കാനു അഫ്ളല ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യരാണ് അവർ. അബർറഹ ഖുലൂബൻ വഅഅമഖഹ
ഇൽമൻ, അവരുടെ ഹൃദയം അത് നന്മ നിറഞ്ഞ ഹൃദയമായിരുന്നു. അതീവ ജ്ഞാനം ദീനിന്റെ വിഷയത്തിൽ അവർക്കുണ്ടായിരുന്നു. വഅഖല്ലുഹാ തകല്ലുഫൻ, നാട്യങ്ങളില്ല, അഭിനയങ്ങളില്ല, ജീവിതം ജീവിച്ച് കാണിച്ചു തന്നവരായിരുന്നു ആ സ്വഹാബാക്കൾ. ആ സ്വഹാബാക്കളെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വത്തബിഉ അലാ ആസാരിഹിം, അവർ നടന്ന ആ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കേണ്ടതുണ്ട്. വതമസ്സകു ബിമസ്തതഅതും മിൻ അഖ്ലാഖിഹിം വസിയരിഹിം, അവരുടെ ചരിത്രങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾക്കാവുന്ന വിധം നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ടതുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് നമ്മുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ സുഹൃത്തുക്കളുടെയും സ്നേഹിതന്മാരുടെയും സമൂഹത്തിന്റെയും മുസ്ലിം ഉമ്മത്തിന്റെയും മാതൃകകളായി മാറേണ്ടത് സ്ക്രീനിന്റെ വെളിച്ചത്തിൽ നമ്മുടെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുന്ന അവിവേകികളും അല്പജ്ഞാനികളും മുറിവൈദ്യന്മാരുമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സ്ക്രീനിലെ ലൈഫും യഥാർത്ഥ ജീവിതവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാത്ത, സമരസപ്പെട്ടു പോകാത്ത മോട്ടിവേഷൻ സ്പീക്കർമാരെയല്ല നമ്മൾ ജീവിതത്തിന്റെ മാതൃകകളായി സ്വീകരിക്കേണ്ടത്. ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ് ഏറ്റവും അറിയപ്പെട്ട ഒരു പുസ്തകം രചിച്ച ഒരു വ്യക്തി, ഏകദേശം 10 മില്യണോളം ആ പുസ്തകം വിറ്റഴിക്കപ്പെടുകയും ആ പുസ്തകത്തിന്റെ വിഷയം എന്നത് എങ്ങനെ സുഖകരമായി ജീവിക്കാം, എങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കാം എന്ന പുസ്തകം എഴുതിയ ആ മനുഷ്യൻ മരണപ്പെടുന്നത് ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുന്നത്, നിങ്ങൾ പിൻപറ്റേണ്ടത് സ്വഹാബാക്കളെയാണ്. നാട്യങ്ങളില്ല, എന്താണോ പറയുന്നത് അത് അവരുടെ ജീവിതം കൊണ്ട് തെളിയിച്ച് കാണിച്ചു തന്ന ആളുകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളെയല്ല നമ്മൾ പിൻപറ്റേണ്ടത്. തത്വങ്ങൾ ഇടമുറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില തത്വജ്ഞാനികളുണ്ട്, അവരെയുമല്ല നമ്മൾ പിൻപറ്റേണ്ടത്. ചിരിപ്പിക്കാനായി മാത്രം സ്ക്രീനിന്റെ മുമ്പിൽ വരുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെയുമല്ല നമ്മൾ നമ്മുടെ റോൾ മോഡലായി നമ്മൾ അനുകരിക്കേണ്ടത്. ഇവരെ ആരെയുമല്ല, മറിച്ച് നമ്മൾ അനുകരിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനുമായി നമ്മിലേക്ക് വന്ന ആ സത്യപ്രവാചകനെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. ആ പ്രവാചകന്റെ കൂടെ ജീവിച്ച അസ്ഹാബുകളെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അവർ തന്നെ നമുക്ക് മതിയായതാണ്, അവർ തന്നെ നമുക്ക് മതിയായതാണ് എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സ്വഹാബാക്കളുടെ ജീവിതം നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ ആ സ്വഹാബാക്കളുടെ ജീവിതത്തിൽ ഏറ്റവും അറിയപ്പെട്ട, ഏറ്റവും ഉദാത്തമായ സേവനങ്ങൾ ചെയ്ത ഒരു സ്വഹാബിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, ഒരു പ്രവാചകൻ ഇനി വരാനുണ്ടെങ്കിൽ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്നെടുത്തു പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠം എന്നത് മുസ്ലിമീങ്ങൾക്ക് ഉപകാരമുള്ളവരാകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുസ്ലിം ഉമ്മത്തിന് ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ജീവിതം എന്ന് പറയുന്നത് ഞാനും എന്റെ കെട്ടിയോളും തട്ടാനും എന്ന് പറഞ്ഞ് സ്വന്തം ജീവിതത്തിൽ മാത്രം ഒതുങ്ങിക്കൂടി മുസ്ലിം ഉമ്മത്തിന് യാതൊരു സേവനവും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ നമ്മൾ മരിച്ചു പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നും നമ്മൾ ബാക്കി വെച്ചിട്ടില്ല എന്നാണ്. മരിക്കുന്ന ദുനിയാവിൽ മരിക്കാത്ത നന്മകൾ ബാക്കി വെച്ച് മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതാണ് യഥാർത്ഥ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കവി പാടിയതുപോലെ ചില ആളുകൾ മരണപ്പെട്ടു പോയി, പക്ഷെ അവരുടെ നന്മകൾ ഇതുവരെയും മരണപ്പെട്ടു പോയിട്ടില്ല. അവരുടെ നന്മകൾ വീണ്ടും ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ ആ നന്മകളുമായി മരിച്ച നിലയിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. സമൂഹത്തിനും മുസ്ലിം ഉമ്മത്തിനും യാതൊരു സേവനങ്ങളും യാതൊരു ഉപകാരവും അവരെ കൊണ്ടില്ല എന്നാണ് കവി പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ച് പോകുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിനെ കുറിച്ച് സഹാബാക്കൾ പറയുന്നത്, മാ സിൽനാ അഇസ്സതൻ മുൻദു അസ്ലമ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച അന്നു മുതൽ ഇസ്ലാം ഇസ്സത്തിലായിരുന്നു എന്നാണ്, ഇസ്ലാം പ്രതാപത്തിലായിരുന്നു. വമാ സാലദ്ദീനു ഫീ ഇസ്സിൻ മുൻദു അസ്ലമ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച അന്നു മുതൽ പ്രതാപത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. നമ്മൾ ആലോചിക്കണം, നമ്മൾ ഒരു മഹല്ലിലുണ്ട് എങ്കിൽ ആ മഹല്ലിന് നമ്മൾ ഒരു പ്രകാശമായി മാറേണ്ടതുണ്ട്. ആ മഹല്ലിന് നമ്മൾ എന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയായി
വ്യക്തിയായി നമുക്ക് മാറുവാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മെ കുറിച്ച് ഓർക്കുന്ന രൂപത്തിൽ അന്ന് ഇന്ന ഇന്ന വ്യക്തി ഉണ്ടായിരുന്നു, ആ മഹലിൽ ഇന്ന ഇന്ന ആളുണ്ടായിരുന്നു, ഒരിക്കലും അദ്ദേഹത്തെ മറക്കുവാൻ സാധ്യമല്ല. എത്രയോ സേവനങ്ങൾ അദ്ദേഹം ആ പള്ളിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിലൂടെ ഒരുപാട് ആളുകൾ ദീനിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്നും ഈ പള്ളിയിലേക്ക് നമ്മൾ എത്തി നോക്കുമ്പോൾ ചില ഓരങ്ങളിൽ ചില ആളുകളെ നമുക്കിന്നും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അള്ളാഹു ആ വ്യക്തിക്ക് അള്ളാഹു പൂർണ്ണമായ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ച അന്ന് മുതൽ ഇസ്ലാം എന്ന് പറയുന്നത് കർറജുലിൽ മുഖ്ബിൽ, അതിശീഘ്രം കുതിച്ചു പായുന്ന ഒരു മനുഷ്യനെ പോലെയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ഇസ്ലാമിന്റെ അവസ്ഥ എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ പിന്നോട്ടോടുന്ന കുതറി മാറുന്ന ഒരു വ്യക്തിയെ പോലെ ആയിരുന്നു ഇസ്ലാം എന്ന് പറഞ്ഞു വെക്കുകയാണ്. അത്രയും സേവനങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന് വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇസ്ലാമു ഉമർ ഫത്ഹൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം എന്നത് അത് വിജയമായിരുന്നു. വകാനത് ഹിജ്റതുഹു നസ്റൻ, അദ്ദേഹത്തിന്റെ ഹിജ്റ എന്നത് അതൊരു സഹായമായിരുന്നു. അദ്ദേഹത്തിന്റെ ഖിലാഫത്ത് എന്നത് ജനങ്ങൾക്കാകമാനം റഹ്മത്തായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്നത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് എന്ന് സഹാബാക്കൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഒരുപാട് സേവനങ്ങൾ അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തു വെച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. മുസ്ലിം ഉമ്മത്തിന് ഒരിക്കലും മറക്കുവാൻ സാധിക്കാത്ത അത്രയും സേവനങ്ങളാണ് അദ്ദേഹം ബാക്കി വെച്ചു പോയത് എന്നാണ്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്, എന്തുണ്ട് നമുക്ക് ബാക്കിയാക്കാൻ എന്നതാണ്. എന്തുണ്ട് നമ്മൾ ബാക്കി വെച്ചത് എന്നത് വളരെ വലിയ ചോദ്യമാണ്. 60-70 വയസ്സ് ജീവിച്ച് കുടുംബത്തിനു വേണ്ടി മാത്രം നമ്മൾ ചെലവഴിക്കുമ്പോൾ ദീനിനു വേണ്ടി എന്ത് ചെലവഴിച്ചു എന്നത് ചോദ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഊണും ഉറക്കവും നമ്മുടെ എല്ലാം ദീനിനു വേണ്ടി ചെലവഴിക്കാൻ, നമ്മുടെ എല്ലാ ചിന്തകളും, നമ്മുടെ എല്ലാ കഴിവുകളും, നമ്മുടെ എല്ലാ ആരോഗ്യത്തിന്റെ ഓരോ ഭാഗങ്ങളും ദീനിനു വേണ്ടി ചെലവഴിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ആവുന്ന വിധത്തിൽ എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിൽ പരിശ്രമിക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന സഅയകും ലശത്ത, നിങ്ങൾ ഓരോരുത്തരുടെയും കർമ്മഫലം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമാണ്. ഓരോ ആളുകൾക്കും വ്യത്യസ്ത രൂപത്തിൽ ഇസ്ലാമിനെ സഹായിക്കാൻ സാധിക്കും, മുസ്ലിം ഉമ്മത്തിനെ ഉന്നമനത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ട് എങ്ങനെയാണോ നമുക്ക് സാധിക്കുന്നത്, ചില ആളുകൾക്ക് സ്വതക്ക നൽകിക്കൊണ്ട് സഹായിക്കുവാൻ സാധിക്കും, മറ്റു ചില ആളുകൾക്ക് മറ്റു രൂപത്തിലായിരിക്കും സഹായിക്കാൻ സാധിക്കുക. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിനെ സഹായിക്കുന്നതിൽ മുന്നേറേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് അഭിസംബോധനം ചെയ്തുകൊണ്ട് പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സഹായിച്ചു കഴിഞ്ഞാൽ യൻസുറുക്കും, അല്ലാഹു നിങ്ങളെ സഹായിക്കും. പക്ഷേ അല്ലാഹുവിനെ സഹായിക്കാൻ ആരാണ് തയ്യാറുള്ളത് എന്നാണ് ആ ആയത്ത് നമ്മോട് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെയും ദീനിനെ ഒരു നിലക്കും സഹായിക്കാൻ സാധിക്കാത്തവരാണ് എങ്കിൽ സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി നിഷ്കളങ്കതയോടുകൂടി ദീനിനെ സഹായിക്കുവാൻ മുന്നേറേണ്ടതുണ്ട് എന്നതാണ്. ഒരുപാട് ചിന്തകന്മാരായ ആളുകളെ ദീനിന് ആവശ്യമുണ്ട്. സ്വതക്കകൾ നൽകാൻ സാധിക്കുന്ന നല്ല പണമുള്ള ആളുകളെ ദീനിന് ആവശ്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാരുടെയും അവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് അല്ലാഹുവിന്റെ ദീൻ അത് ഉയർന്നു കാണുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. മറിച്ച് സത്യത്തിന്റെ സന്ദേശം അത് ഓരോ ജനങ്ങളിലേക്കും എത്തേണ്ടതുണ്ട് എന്നതിന്റെ അനിവാര്യതയാണ്. തൗഹീദ് ഇന്നും അറിയാത്ത ഒരുപാട് ആളുകൾ ഒരുപാട് മൂലകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ്. അത് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദീനിന്റെ മാർഗത്തിൽ മുന്നേറുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരുപാട് സേവനങ്ങൾ ചെയ്ത ആളുകളുണ്ട് എങ്കിൽ അതിൽ പുളകം കൊള്ളാതെ, അതിൽ അഹങ്കരിക്കാതെ, നിഷ്കളങ്കതയോടുകൂടി വിനയാനിതനായിക്കൊണ്ട് അല്ലാഹുവേ സ്വീകരിക്കണേ, കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, കുറച്ചു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന ബോധ്യമുണ്ടായി അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. പ്രബോധനത്തിന് ഇറങ്ങാൻ സാധിക്കാത്ത, ദഅവത്തിന് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തെ താഴ്ന്ന കണ്ണോടുകൂടി കാണുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ചെയ്ത പ്രബോധനമല്ല, ആ ഒരു കാഴ്ചയിലൂടെ തന്നെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം, മരിക്കുന്ന ദുനിയാവിൽ മരിക്കാത്ത നന്മകൾ ബാക്കി വെച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമുണ്ട്. ഒരു സുബഹിക്ക് നിസ്കാരത്തിനു വേണ്ടി ഖലീഫ എന്ന നിലക്ക് ഖലീഫയാണ് ഇമാമത്ത് നിൽക്കുക.
അങ്ങനെ സുബഹിക്ക് ഖലീഫ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി വരുന്നു. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, പണ്ടത്തെ കാലത്ത് സുബഹിക്ക് നിസ്കരിക്കാൻ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതിയില്ല, ഇരുട്ടിലൂടെയാണ് അവർ നിസ്കരിക്കാൻ വരിക. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഇമാമത്തിന്റെ സ്ഥലത്ത് മുന്നിൽ നിൽക്കുന്നു, സഫുകളെല്ലാം ശരിപ്പെടുത്തുന്നു. നിസ്കാരത്തിന് വേണ്ടി അദ്ദേഹം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം ഉച്ചരിച്ചുകൊണ്ട് കൈകെട്ടുന്നു. കുറച്ച് സമയങ്ങൾ കഴിഞ്ഞ് സൂറത്ത് പാരായണം ചെയ്ത് തൊട്ടടുത്ത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഖലീഫയുടെ ശബ്ദം കേൾക്കുന്നില്ല. ഖലീഫയുടെ ശബ്ദം നിലച്ചുപോയി. പിറകിലുള്ള ആളുകൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ തുടങ്ങി. എന്തു പറ്റി ഖലീഫക്ക് എന്ന ആലോചനയിലായിരുന്നു പിന്നിലുള്ള സ്വഹാബാക്കൾ. ഖലീഫയെ ഒരു ശത്രു വന്നുകൊണ്ട് ഖലീഫയുടെ വയറ്റിലേക്ക് 3 കുത്ത് കടാര കൊണ്ട് കുത്തി എന്നതാണ് ചരിത്രം. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് താഴെ വീഴുകയും ശേഷം അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് എന്ന സ്വഹാബി മുന്നിൽ കയറി വന്ന് ഇമാമത്തിനായി നിന്നു എന്നതാണ് സംഭവം. അങ്ങനെ നിസ്കാരം പൂർത്തീകരിച്ചു. പിന്നീട് നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ ഖലീഫക്ക് സാരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഖലീഫയുടെ ബോധം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഖലീഫക്ക് ഒന്നും സംസാരിക്കാൻ വയ്യ. ആ സന്ദർഭത്തിൽ ഖലീഫ എഴുന്നേറ്റ ഉടനെ ചോദിക്കുന്നത് അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്നായിരുന്നു ചോദിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ചോദ്യം വെറുതെ അങ്ങ് ചോദിച്ചതല്ല എന്ന തിരിച്ചറിവുണ്ടാകണം. ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ അവസാനത്തെ ഖുതുബയിൽ റസൂൽ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത വിഷയമാണ് അസ്സലാ, നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നിസ്കാരത്തെ മുറുകെ പിടിക്കണം. നിസ്കാരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്ന മഹത്തായ സന്ദേശം മഹത്തായ സ്ഥലത്ത് വെച്ച് മഹത്തായ കാലത്ത് അള്ളാഹുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത സന്ദേശമാണ്. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ മരണവേളയിലും ചോദിച്ചത്, ജനങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. പിന്നീട് പല ചരിത്രങ്ങളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഖലീഫയെ അവർ ഉണർത്തിയത് തന്നെ, ഓ ഖലീഫ, യാ അമീറൽ മുഅ്മിനീൻ അസ്സലാ, നിസ്കാരത്തിന് സമയം വൈകിയിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ബോധം തെളിഞ്ഞു വന്നത് എന്നുവരെ ചരിത്രത്തിൽ പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് നിസ്കാരത്തിന് അതീവ പ്രാധാന്യമുണ്ട്. പലപ്പോഴും നിസ്കാരത്തിന്റെ പ്രാധാന്യമൊക്കെ പറയുമ്പോൾ ചില ആളുകളെങ്കിലും ധരിച്ചു വെക്കുന്നത്, ഞാനൊക്കെ നിസ്കരിക്കുന്നവരാണ് യല്ലോ, എന്തിനാണ് എന്നോട് ഇതൊക്കെ പറയുന്നത് എന്ന ചിന്ത പല ആളുകളുടെയും മനസ്സിലുണ്ട്. നമ്മളൊന്ന് ആലോചിക്കേണ്ടത്, നമ്മളൊന്ന് തിരിച്ചറിയേണ്ടത്, ആ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുത്തേൽപ്പിച്ച് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന ആ മജൂസിയായ അബൂ ലുഅ്ലുഅ എന്ന് പറയുന്ന മനുഷ്യനെങ്ങാനും നമ്മയാണ് സുബഹി നിസ്കാരത്തിന് കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ട് വന്നിരുന്നത് എങ്കിൽ അദ്ദേഹത്തിന് നമ്മെ സുബഹി ജമാഅത്തിന് കാണുവാൻ സാധിക്കുകയില്ലായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ജമാഅത്തിനുണ്ടാകും. സുബഹി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല എന്ന് ആ ശത്രുവിനെ സംബന്ധിച്ചിടത്തോളം 100ൽ 110% ഉറപ്പുള്ളത് കൊണ്ടാണ് ആ സന്ദർഭത്തിൽ ആ ഇരുട്ടിന്റെ വെളിച്ചത്തിൽ സുബഹി ജമാഅത്ത് തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നാണ്. ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ആഴ്ചകളായി സുബഹി ജമാഅത്തിനെത്താത്ത ആളുകൾ, 3-4 ദിവസങ്ങളായി സുബഹി ജമാഅത്തിനെത്താത്ത ആളുകൾ, ഇടമുറിഞ്ഞ ഓരോ ദിവസവും സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. വളരെ വലിയ പാതകത്തിലേക്കാണ് നിങ്ങൾ നിങ്ങളുടെ കാൽച്ചുവടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഗൗരവത്തോടു കൂടി ഉണർത്താനുള്ളത്. സ്വഹാബാക്കൾ പറയുന്ന ഒരു ഹദീസുണ്ട്, വളരെ പേടിയോടുകൂടിയല്ലാതെ നമുക്കാർക്കും അത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്ന അസ്തല സ്വലാത്തിൻ അലൽ മുനാഫിഖീൻ, മുനാഫിഖീങ്ങൾക്ക് ഏറ്റവും ഭാരമുള്ള നിസ്കാരം എന്നത് സ്വലാത്തുൽ ഇശാ, അത് ഇശാ നിസ്കാരമാണ്. അതോടൊപ്പം തന്നെ വസലാത്തുൽ ഫജ്ർ, ഫജ്ർ നിസ്കാരമാണ്. വലൗ യഅലമൂന മാ ഫീഹിമാ ലഅതൗഹുമാ വലൗ ഹബ്വൻ, അതിന്റെ പ്രാധാന്യം അറിഞ്ഞിരുന്നെങ്കിൽ മുട്ടിൽ ഇരഞ്ഞുകൊണ്ടാണ് എങ്കിലും പള്ളിയിലേക്ക് വരുമായിരുന്നു എന്നാണ്. അത്രയും പ്രാധാന്യം സുബഹി ജമാഅത്തിനുണ്ട്. നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിഫാഖിന്റെ കണിക നമ്മുടെ ജീവിതത്തിലുണ്ട്, മുനാഫിഖിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന പേടി നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞ നിസ്കാരമാണ് സുബഹി നിസ്കാരം എന്നത്. അതോടൊപ്പം തന്നെ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ സുബഹി ജമാഅത്തിന് വരാതിരിക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുനാഫിക്കാണ് എന്ന് സ്വഹാബാക്കൾ കരുതിയിരുന്നു എന്നാണ്. സുബഹി ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിക്കാത്തവനെ കുറിച്ചാണ് സ്വഹാബാക്കൾ ഈ രീതിയിൽ പറയുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സ്വഹാബാക്കൾക്കിടയിൽ തോളത്ത് മറ്റു സ്വഹാബികളുടെ തോളിൽ കൈവച്ചുകൊണ്ട് നിസ്കരിക്കാൻ
വന്നിരുന്ന സ്വഹാബാക്കളെ നമുക്ക് കാണുവാൻ സാധിക്കും എന്ന് ഹദീസിൽ രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് ഹദീസുകളിലൂടെ വായിക്കാൻ പറ്റുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം, കുന്നാ ഇദാ ഫഖദനൽ ഇൻസാന ഫിൽ ഇശാഇ വഫിൽ ഫജ്ർ അസഅനാ ബിഹി ദന്ന. സുബ്ഹി ജമാഅത്തിന് പങ്കെടുക്കാത്ത ഒരുത്തൻ, ഇശാഇന് പങ്കെടുക്കാത്ത ഒരുത്തൻ, അവനെ പള്ളിയിൽ കണ്ടില്ല എങ്കിൽ നമ്മൾ അവനെ കുറിച്ച് മോശമായി വിചാരിക്കാറുണ്ട് എന്നാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടത്, ഈ കൂട്ടം ആളുകൾ, ഈ കൂട്ടം ജനങ്ങൾ, ഇപ്പോൾ പങ്കെടുക്കുന്ന ജനങ്ങൾ സുബ്ഹി ജമാഅത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരു സംശയത്തിനും വകയില്ലാതെ പറയാൻ പറ്റും, ഉണ്ടായിട്ടില്ല. ഒന്നോ രണ്ടോ സഫ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എവിടെയായിരുന്നു നമ്മൾ? എന്ത് ചെയ്യുകയായിരുന്നു നമ്മൾ? രാത്രി കറങ്ങി നടന്ന് സുബ്ഹി ജമാഅത്ത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ നിഫാഖിന്റെ കണിക നമ്മളിൽ ഉണ്ട് എന്നത് തീർച്ചയാണ്. അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിന്റെ വിഷയത്തിലുള്ള അശ്രദ്ധ അത് നമ്മെ പിടികൂടുക തന്നെ ചെയ്യും എന്ന ഉറച്ച ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തരുന്നത്, ആ ഒരു സന്ദർഭത്തിൽ പോലും ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത് നിസ്കാരത്തിനാണ്. അതുകൊണ്ട് പരീക്ഷക്കോ നമ്മുടെ പഠനത്തിനോ നമ്മുടെ ആസ്വാദനങ്ങൾക്കോ നമ്മുടെ ആഘോഷങ്ങൾക്കോ നിസ്കാരം ഒരു തടസ്സമായി മാറുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത്, നിസ്കാരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, നിസ്കാരത്തിന്റെ ശ്രദ്ധ, നിസ്കാരത്തിന്റെ ഗൗരവം അത് നമ്മൾ ഉൾക്കൊണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂന്നാമതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു സന്ദേശം എന്നത് സ്വന്തത്തിന് അമിതമായി പ്രാധാന്യം കൽപ്പിക്കാതിരിക്കുക എന്നതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഒരു യുവാവായ വ്യക്തി വന്നുകൊണ്ട് ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട്, യാ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് സന്തോഷ വാർത്ത ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് സന്തോഷം, നിങ്ങൾക്ക് മംഗളം, നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ഒരുപാട് വർഷം നിങ്ങൾ ഖിലാഫത്ത് ഏറ്റെടുത്തു. ആ ഖിലാഫത്തിൽ നീതിപൂർവമായി ഒരാൾക്കും ഖിലാഫത്തിനെ കുറിച്ച് കുറ്റം പറയാൻ സാധിക്കാത്ത വിധം നിങ്ങൾ ഖിലാഫത്ത് ഭരണം നിങ്ങൾ നടത്തുകയുണ്ടായി. നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം നിങ്ങൾക്കുണ്ട് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തിരിച്ചു മറുപടി പറഞ്ഞത്, അതെ, ഞാൻ ഒരുപാട് ഉഷാറായി ഭരണം നടത്തിയിട്ടുണ്ട് എന്നല്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. മറിച്ച് ചിലപ്പോഴൊക്കെ ചില കച്ചവടക്കാരൊക്കെ പറയാറുണ്ട്, കച്ചവടം നഷ്ടത്തിലും പോകണ്ട, ലാഭത്തിലും പോകണ്ട, ഇപ്പൊ പോകുന്ന അതേ പോക്ക് പോയാൽ മതി എന്നൊക്കെ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട്. ആ കോലത്തിലാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്നാണ്. വദിതു അന്ന ദാലിക കഫാഫ് ലാ അലയ്യ വലാ ലി. എനിക്ക് അനുകൂലമായിട്ടും വേണ്ട, എനിക്ക് പ്രതികൂലമായിട്ടും വേണ്ട, ഇങ്ങനൊന്ന് പോയി കിട്ടിയാൽ മതി എന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്നാണ്. അതുകൊണ്ട് അതീവ ജാഗ്രത പുലർത്തേണ്ട ഒരു വിഷയമാണ്. സ്വന്തത്തിന് അമിതമായി പ്രാധാന്യം നൽകി ഞാൻ എന്തൊക്കെയാണ്, എന്റെ അഭിപ്രായത്തിനാണ് ആളുകൾ സ്ഥാനം നൽകേണ്ടത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സമൂഹത്തിന്റെ അവസാന വാക്കായി മാറേണ്ടതുണ്ട് എന്നുള്ള നിലക്കൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അഹങ്കാരത്തിന്റെ അടയാളമായിട്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രണ്ട് സ്വഭാവ ഗുണങ്ങൾ അത് മനുഷ്യനെ നശിപ്പിച്ചു കളയും. ഒന്നാമത്തേത് ഉജുബാണ്, സ്വന്തം നഫ്സിനോട് അമിതമായ പ്രാമുഖ്യം ഉണ്ടാവുക, അമിതമായ പ്രാധാന്യം സ്വന്തത്തിന് നൽകുക എന്ന വിഷയമാണ്. മുത്തരിഫ് റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ രാത്രി എഴുന്നേറ്റ് രാത്രി നിസ്കരിച്ച് സുബഹി നിസ്കരിക്കാൻ വരുമ്പോൾ ഞാൻ എന്തൊക്കെയോ സംഭവമാണ്, ഞാൻ രാത്രി നിസ്കരിച്ചവരാണ് എന്ന തോന്നലോടുകൂടി നിസ്കരിക്കാൻ വരുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ആ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ വരെ പള്ളിയിലേക്ക് വരുമ്പോൾ വരേണ്ടത് ഇനിയും ഒരുപാട് നിസ്കരിക്കേണ്ടതുണ്ട്. ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുണ്ട്. അതിനൊന്നും ഈ ഒരു നിസ്കാരം പകരമാവുകയില്ല എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ലാ തഹ്തിറന്ന അഹദൻ മിനൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഒരാളെയും നിങ്ങൾ ചെറുതായി കാണരുത് എന്ന്. അതാരുമാകട്ടെ, പണമില്ലാത്ത ആളുകളാണ് എങ്കിൽ പോലും നമ്മൾ ചെറുതായി കാണാൻ പാടില്ല. ചില ആളുകൾ ഒരു മുസ്ലിമിന് വിലയിടുന്നത് അവന്റെ ജോലി നോക്കി, അതല്ലെങ്കിൽ അവന്റെ കയ്യിലുള്ള ബാങ്കിന്റെ ബാലൻസ് നോക്കി ഒക്കെ മുസ്ലിമിന് വിലയിടുന്ന ആളുകളുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ടത്, ആളുകളോട് പെരുമാറുമ്പോൾ, ഒരു മുസ്ലിമിനോട് പെരുമാറുമ്പോൾ, അവനോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും അവന് ചെറിയ കണ്ണോടുകൂടി, താഴ്ന്ന കണ്ണോടുകൂടി നമ്മൾ അവനോട് പെരുമാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ശിക്ഷയായിട്ടാണ്, ഏറ്റവും വലിയ പാതകമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്ന സഗീറൽ മുസ്ലിമീന ഇൻദല്ലാഹി കബീർ,
അള്ളാഹുവിന്റെ അടുക്കൽ ചെറിയ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സ്ഥാനമുള്ള ആളുകളാണ്. ചില ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ ഫുഖറാക്കളെ നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഫുഖറാക്കളുടെ കൂടെ സഹവസിക്കണം എന്നുവരെ ചില ഹദീസിൽ പറഞ്ഞതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ആരെയും ചെറുതായി കാണാൻ പാടില്ല, സ്വന്തത്തിന് അമിതമായി പ്രാമുഖ്യം നൽകാൻ പാടില്ല എന്ന പാഠമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നിട്ട് ആ യുവാവായ മനുഷ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തിരിച്ചു നടക്കുകയാണ്. തിരിച്ചു നടക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ വസ്ത്രം നെരിയാണിക്ക് താഴെ പോയതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ തന്നെ മരിക്കാൻ കിടക്കുന്ന ആ മരണക്കിടക്കയിൽ വെച്ച് തിരുത്തി കൊടുക്കുകയാണ്. അദ്ദേഹത്തോട് പറയുന്നത്, യാ ഗുലാം, ഓ പൊന്നുമോനെ, നീ ചെയ്യേണ്ടത് എന്താണ്? ഇർഫഅ സൗബക്, നിന്റെ വസ്ത്രം നീ കയറ്റി കൊടുക്കണം. ഫഇന്നഹു അബ്ഖാ ലി സൗബിക്, അതാണ് നിന്റെ വസ്ത്രത്തിന് ഏറ്റവും നല്ലത്. വഅത്ഖാ ലി റബ്ബിക്, നിന്റെ റബ്ബിനോട് നീ തഖ്വ വെച്ച് പുലർത്തി ജീവിക്കുന്നവനാണെങ്കിൽ അതാണ് നീ ചെയ്യേണ്ടത് എന്നാണ്. ഒരുപാട് ആളുകളുടെ വസ്ത്രം ഇപ്പോഴും അത് നെരിയാണിക്ക് താഴെ ഇട്ടുകൊണ്ട് പല ആളുകളും വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്ത് അത് ട്രെൻഡായി മാറുമ്പോൾ അതിനനുസരിച്ച് നീങ്ങുന്ന മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെയും നിങ്ങളുടെയും റോൾ മോഡലുകൾ ആരാണ്? എന്റെയും നിങ്ങളുടെയും നമ്മളൊക്കെ അനുകരണം ചെയ്യുന്നത് ആരെയാണ്? നമ്മൾ ഇത്തിബാ ചെയ്യുന്നത് ആരെയാണ് എന്ന ചോദ്യം സ്വന്തത്തോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. ഒരുപാട് കാലമായി നമ്മൾ കേൾക്കുന്നു, നെരിയാണിക്ക് മുകളിലാണ് പാന്റ് ധരിക്കേണ്ടത് എന്ന്. എത്ര കേട്ടിട്ടും അത് മനസ്സിലാകാത്ത ചില ആളുകളുണ്ട്. അല്ല, ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആളുകളാണ്. അവർക്ക് തൗഫീഖ് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് അവർ ആലോചിക്കേണ്ടതുണ്ട് എന്നതാണ്. വർഷങ്ങളായി കേൾക്കുന്ന ഒരു സുന്നത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ എവിടെയോ അള്ളാഹുവുമായിട്ടുള്ള കണക്ഷനിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അവസാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠം എന്നത്, നമ്മൾ ഏത് പ്രതികൂല സാഹചര്യത്തിലാണ് എങ്കിലും, നമ്മുടെ കയ്യെത്താ ദൂരത്തിലാണ് നമ്മുടെ സ്വപ്നങ്ങളെങ്കിലും, ആ സ്വപ്നങ്ങളെല്ലാം നേടിയെടുക്കുവാൻ നമുക്ക് പ്രാർത്ഥനയിലൂടെ സാധിക്കും എന്ന പാഠമാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ അവസാന കാലഘട്ടത്തിൽ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്, അല്ലാഹുവേ നിന്റെ മാർഗ്ഗത്തിൽ എനിക്ക് ഷഹാദത്ത് നൽകണം, എനിക്ക് ഷഹീദാകണം നിന്റെ മാർഗ്ഗത്തിൽ എന്ന് പ്രാർത്ഥിച്ചു. വജഅൽ മൗതി ഫീ ബലദി റസൂലിക്, നിന്റെ റസൂലിന്റെ നാട്ടിൽ എനിക്ക് മരണപ്പെടുകയും വേണം. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ സഹാബാക്കൾ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് ഷഹീദാവാൻ സാധിക്കുക? ഷഹീദാകണമെങ്കിൽ മറുനാട്ടിലേക്ക് യാത്ര പോകണം. അവിടെ യാത്ര പോയി അവിടെ യുദ്ധത്തിൽ ഏർപ്പെട്ട് അങ്ങനെ വേറൊരു നാട്ടിലാണ് ഷഹീദായ ആളുകളൊക്കെ മരണപ്പെട്ടിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് സ്വന്തം നാട്ടിൽ ഷഹീദാവുക എന്ന് സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി എന്ന്. സഹാബാക്കൾ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ആ പ്രാർത്ഥനയെ കണ്ടത്. എന്നാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത് ഷഹീദായിട്ടാണ്. ആ ശത്രു വന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പരിക്കേൽപ്പിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴുന്നു. ബോധം വന്ന ഉടനെ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ആരാണ് എന്നെ പരിക്കേൽപ്പിച്ചത് എന്നാണ്. ആ സമയത്ത് അബൂ ലുഅ്ലുഅയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്, കാരണങ്ങളില്ലാതെ കാര്യം നടത്തുവാൻ അല്ലാഹുവിന് സാധിക്കും എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം. എന്തൊക്കെ കാരണങ്ങൾ ജീവിതത്തിൽ വഴിമുട്ടി നിന്നാലും ഇല്ല, എന്റെ റബ്ബ് എന്നെ കൈവിടില്ല എന്ന പൂർണ്ണമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഅ്മിനിന്റെ ആയുധമാണ്. അതുകൊണ്ട് ഏതൊക്കെ വാതിലുകൾ അടക്കപ്പെട്ടാലും, ഏതൊക്കെ സഹായങ്ങൾ നിരസിക്കപ്പെട്ടാലും അല്ലാഹുവിന്റെ സഹായം അത് നിരസിക്കപ്പെടുകയില്ല എന്ന തീർച്ച നമുക്കുണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ അടിക്കടി നമ്മെ ഉണർത്തുന്നത്, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാത്തിനും കഴിവുറ്റവനാണ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊള്ളേണ്ടതുണ്ട്, പ്രാർത്ഥന കൊണ്ട് അത് നമ്മൾ തെളിയിക്കേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ള ജീവിതമാണ്. അതുകൊണ്ട് നമ്മൾ വായിക്കേണ്ടത് റസൂലുമാരുടെ ചരിത്രമാണ്. നമ്മൾ ഉൾക്കൊള്ളേണ്ടത്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റേണ്ടത് സ്വഹാബാക്കളുടെ ചരിത്രമാണ്. അതല്ലാതെ മറ്റുള്ള ആളുകളുടെ ചരിത്രത്തിലേക്കും അവരുടെ വർത്തമാനത്തിലേക്കും അവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയൊന്നും നമുക്ക് പോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതാണ് വിശുദ്ധ ഖുർആൻ നമുക്ക്
നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് റസൂലിനെയും തന്റെ അനുചരന്മാരെയും യഥാവിധത്തിൽ പിൻപറ്റുന്ന ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഒരുപാട് സ്വപ്നങ്ങളുമായി മറുനാട്ടിലേക്ക് പോകുവാൻ വേണ്ടി നിന്ന ആളുകൾ നിമിഷങ്ങൾക്കകം ആ സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷമാണ്, ചില വാർത്തകളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഒരു മുസ്ലിം എന്ന നിലക്ക് മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് സുമ്മ ഇലൈനാ തുർജഊൻ. എല്ലാ നഫ്സും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിലേക്കാണ് എല്ലാ ആളുകളുടെയും മരണമെന്ന്. എത്ര ചെറിയവനാണ് എങ്കിലും, എത്ര ചെറിയ വ്യക്തിയാണ് എങ്കിലും, യുവാവാണെങ്കിലും വലുതായ ഒരു മനുഷ്യനാണ് എങ്കിലും, എല്ലാ ആളുകളും മരണത്തിന് മുമ്പിൽ കീഴൊതുങ്ങണം എന്നതൊരു വസ്തുതയാണ്. ഒരു കവി പാടി വെക്കുന്നുണ്ട്, അലാ കുല്ലു മൗലൂദിൻ ഫലിൽ മൗതി യൂലദു. എല്ലാ ജനിച്ച ഓരോ കുട്ടിയും ജനിക്കുന്നത് തന്നെ മരിക്കുവാൻ വേണ്ടിയിട്ടാണ്. വലസ്തു അറാ ഹയ്യൻ അലൈഹിം യഖ്ലുദു. കാലാകാലം ജീവിക്കുന്ന ഒരു മനുഷ്യനെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരിക്കലും ശാശ്വതമായ ഒരു ജീവിതം ഇവിടെ സാധ്യമല്ല എന്നത് നമുക്ക് ഉറപ്പാണ്. യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത് അത് പരലോകമാണ് എന്ന് പലപ്പോഴായി നമ്മൾ കേൾക്കുന്നു. എന്നാൽ ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുന്നില്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ മരണം നമ്മിലേക്ക് വന്നെത്താം. ഈ ആഴ്ച ഈ ഒരു ഖുതുബ കേട്ട നമ്മൾ അടുത്ത ആഴ്ച ഖുതുബക്കുണ്ടാകുമോ എന്ന ഗ്യാരണ്ടി നമുക്കില്ല. അതുകൊണ്ട് ആ ഒരു ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കുക എന്നാണ് പറയാനുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസു. ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യൻ എന്ന് പറഞ്ഞത് ആരാണ്? മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ബുദ്ധികൂർമ്മതയുള്ള ആൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അക്സറുഹും ലിൽ മൗതി ദിക്റാ. മരണത്തെക്കുറിച്ച് ധാരാളം ആലോചിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ഓരോ നിമിഷവും മരണത്തെക്കുറിച്ച് ആലോചിക്കുന്നവനാണ് ബുദ്ധിമാനായ മുഅ്മിൻ. അതോടൊപ്പം തന്നെ വഅഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദൻ. അതിനുശേഷം മരണത്തിന് ശേഷം ഒരു ജീവിതം വരാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റവും നല്ല രൂപത്തിൽ അതിനുവേണ്ടി ഒരുങ്ങുന്നവരുമാണ് ബുദ്ധിമാന്മാരായ മുഅ്മിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏതൊരു ഭൂമിയിലാണ് മരിക്കുന്നത് എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് സൂക്ഷ്മത ജീവിതത്തിൽ കൈവിടാതെ അള്ളാഹുവിനെ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലുമെല്ലാം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ അങ്ങേയറ്റത്തെ ആദരവോടുകൂടി കണ്ടുകൊണ്ട് ജീവിക്കണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മരണം നമ്മുടെ വെളിപ്പാടകരെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല മരണത്തിനു വേണ്ടി ഏറ്റവും നല്ല ജീവിതം അള്ളാഹുവിന്റെ മുമ്പിൽ കാഴ്ചവെക്കുക എന്നതാണ് നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾ എപ്പോഴും ഉൾപ്പെടുത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്. റബ്ബേ, ഏറ്റവും നല്ല മരണം നീ എനിക്ക് സമ്മാനിക്കണേ എന്ന പ്രാർത്ഥന. ഹുസ്നുൽ ഖാത്തിമ എന്നത് ഏറ്റവും നല്ല മരണത്തിന് സാധ്യമാവുക എന്നത് ഏറ്റവും നല്ല ജീവിതം ജീവിച്ച ആളുകൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അതുകൊണ്ട് മരണമെന്നത് ജീവിതം പോലെ പ്രധാനമാണ് എന്ന് മനസ്സിലാക്കി നല്ല മരണത്തിനു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ ഒരു സഹോദരന്റെ ഭാര്യയ്ക്ക് സഹായത്തിനായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 1 ലക്ഷത്തോളമാണ് സർജറിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വന്നിട്ടുള്ളത്. അതുകൊണ്ട് സാധിക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സാധിക്കുമോ ആ രൂപത്തിൽ ആ ഒരു വ്യക്തിയെ സഹായിക്കുവാൻ നിങ്ങൾ മുന്നിടണം എന്നാണ് പറയാനുള്ളത്. സകാത്തിന് അർഹനായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കലുള്ളത് അദ്ദേഹത്തിന് അങ്ങേയറ്റം ആവശ്യമായ ഒരു സാഹചര്യത്തിലാണുള്ളത്. അതുകൊണ്ടാണ് സഹായത്തിനായി ആവശ്യപ്പെട്ടിട്ടുള്ളതും. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രയാസം എടുത്തു മാറ്റിയാൽ അവന്റെ ജീവിതത്തിലുള്ള പ്രയാസം അള്ളാഹു എടുത്തു മാറ്റും എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനേറ്റ് സഹായിക്കുവാനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്, ഒരു തൗഫീഖാണ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ ആളുകളും അദ്ദേഹത്തെ സഹായിക്കുന്ന വിഷയത്തിൽ മുന്നേറണം എന്നാണ് പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ സഹായിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ വ്യക്തിക്ക്, അദ്ദേഹത്തിന്റെ ഭാര്യക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പള്ളി പരിപാലനവുമായി ബന്ധപ്പെട്ട്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെലവുകൾ നടന്നു പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടും ആവും വിധം സഹായിക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറുവാനും തിന്മയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ഏറ്റവും നല്ല ജീവിതം അള്ളാഹുവിന്റെ മുമ്പാകെ കാഴ്ചവെക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അള്ളാഹു മർഹമത്തും മഗ്ഫിറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, തിന്മകളിൽ ഏർപ്പെടാത്ത യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.